എവിടം വരെ പോണ്ട്? ഇന്ത്യ മൊത്തം പോണ്ട്. ഇന്ത്യയിൽ ഒട്ടന്നെ എല്ലായിടത്തും ഉണ്ട്. അതെ, കേരളവും ഇന്ത്യയും കീഴടക്കി നമ്മുടെ KRS ഇൻക്യുബേറ്റർ. എങ്ങനെയുണ്ട് ജോലി? കുഴപ്പമില്ല, ഡെയിലി വർക്ക് ഉണ്ട്. ഞാൻ സന്തോഷേട്ടാ, നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇൻക്യുബേറ്റർ ഉണ്ടാക്കുന്ന രീതി കാണിച്ചു കൊടുക്കാം. വായോ സുഭാഷിനി, നമ്മളിന്ന് എത്രന്റെ ഇൻക്യുബേറ്റർ ഉണ്ടാക്കണേ? 200-ന്റെ. 200 മുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്റർ, വലിയ ഇൻക്യുബേറ്ററാണ് നമ്മളിപ്പോ ഉണ്ടാക്കുന്നത്. ഇത് ടോപ്പ് വശമാണ് അല്ലേ? വലിയ ഇൻക്യുബേറ്ററിന്റെ ടോപ്പ് വശമാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഫുള്ള് ടോപ്പ് വശം ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണോ ബാക്കി ഉണ്ടാക്കുന്നത്? ഇതിന് ടോപ്പ് വശം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ഒട്ടിക്കലൊക്കെ എങ്ങനെയാണ്? ഒട്ടിക്കലൊക്കെ നമ്മൾ തന്നെ ചെയ്യില്ലേ? ഒട്ടിക്കലൊക്കെ നമ്മളെ. അപ്പൊ സുഭാഷിനി, റെഡിമെയ്ഡ് ബോക്സ് ഒക്കെ വിപണിയിൽ ഉണ്ടല്ലോ, എന്നിട്ട് എന്താ അത് ഉപയോഗിക്കാത്തത്? അതിന് റിസൾട്ട് കുറവായിരിക്കും, ഇതിന് നല്ല റിസൾട്ട് ഉള്ളത്. 100% റിസൾട്ട് ഉണ്ട് അല്ലേ? കൊണ്ടുപോയ കസ്റ്റമർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ ബോക്സ് ആണ്. ഇതെല്ലാം ഫുൾ വർക്കും എനിക്ക് അറിയാല്ലേ? എല്ലാം ചെയ്യും. എങ്ങനെയുണ്ട് KRS? സൂപ്പർ അല്ലേ? നല്ല അഭിപ്രായങ്ങൾ പറയും. അഭിപ്രായം പറഞ്ഞ നല്ല അഭിപ്രായം തന്നെ. എന്താണ് നല്ല അഭിപ്രായം? ഇതെല്ലാം പഠിച്ചു ഫുള്ളായി പഠിച്ചു. എല്ലാവരും ഉണ്ടാക്കുന്ന രീതിയും എല്ലാം സുഭാഷിന് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ കൊറിയർ സർവീസ് ഒക്കെ ഉണ്ട് അല്ലേ? എവിടം വരെ പോണ്ട്? ഇന്ത്യ മൊത്തം പോണ്ട്. ഇന്ത്യയിൽ ഒട്ടന്നെ എല്ലായിടത്തും ഉണ്ട്. കേരളവും ഇന്ത്യയും കീഴടക്കി നമ്മുടെ KRS ഇൻക്യുബേറ്റർ. അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? 100-ന്റെ 1800, 200 രൂപ കൊറിയർ ചാർജ്, അങ്ങനെ 2000. 200-ന്റെ 2500, 300 രൂപ കൊറിയർ ചാർജ്, അങ്ങനെ തുച്ഛമായിട്ടുള്ള റേറ്റേ വരുന്നുള്ളൂ കൊറിയർ സർവീസ് ഒക്കെ. അതെ, എല്ലായിടത്തേക്കും എത്തിക്കും. നമ്മുടെ അടുത്തുള്ള ടൗണിലേക്ക് നമ്മുടെ അഡ്രസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടേക്ക് എത്തിക്കും. പിന്നെ നീ എത്ര നാളായി ജോലി ചെയ്ത് തുടങ്ങിയിട്ട്? 2 വർഷം കഴിഞ്ഞു. എങ്ങനെയുണ്ട് ജോലി? കുഴപ്പമില്ല, ഡെയിലി വർക്ക് ഉണ്ട്. ഞായറാഴ്ച വർക്കില്ലാണ്ട് ഇരുന്നിട്ടേ ഇല്ല. ഞായറാഴ്ച ചില ദിവസങ്ങളിലുണ്ടാവും, തിരക്കുള്ള പോലെ അല്ലേ? ഓർഡർ അനുസരിച്ച് ആരെങ്കിലും വരികയെന്ന് പറഞ്ഞു വെച്ച് നമ്മൾ വന്ന് ഷോപ്പ് തുറന്നു എടുത്തിട്ട് കൊടുക്കും. അല്ലാന്ന് വെച്ചാൽ ഞായറാഴ്ച ലീവാണ്. എല്ലാവരും കണ്ടില്ലേ, വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു പണിയാണിത്. ആ ചേച്ചിമാർക്ക് മാത്രമേ ചെയ്യുള്ളൂ. അത് 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവർ ഇത്രയും ഭംഗിയായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് 100-ന്റെ ഇൻക്യുബേറ്ററിൽ 50 മുട്ട വെച്ചിട്ടുണ്ട്. അത് വിരിയാറായി, അതൊന്ന് കാണാം. ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞ് നമുക്ക് ഇത് വിരിഞ്ഞു കിട്ടും. അപ്പൊ നമുക്ക് കുഞ്ഞുങ്ങളുള്ള വീട് ഞങ്ങൾ ഇടാം. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇഷ്ടമായി എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണേ.